ഒരു മണ്ഡലത്തിലെ MLA എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ജയിച്ചു കയറുന്ന ജനപ്രതിനിധികളെ നമ്മൾ അങ്ങനെയാണ് വിളിക്കാറുമുള്ളത്. ചിലർ വികസന നായകൻ എന്നറിയപ്പെടും, ചിലർ ജനകീയ MLA എന്നറിയപ്പെടും, ഇനിയുമുണ്ട് പലതരം വിശേഷണങ്ങൾ. പക്ഷേ ഒരു മണ്ഡലത്തിലെ 6 റൗണ്ട് MLA എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത, ഇതുവരെ കേൾവിയില്ലാത്ത, ലോക ജനാധിപത്യത്തിൽ തന്നെ പുതിയൊരു അധ്യായം കുറിക്കുന്ന ആ വിചിത്രമായ പദവി ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സാക്ഷാൽ പിണറായി വിജയനെതിരെ ധർമ്മടം മണ്ഡലത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ്. അതെ, പുള്ളിക്കാരനാണ് ഈ 6 റൗണ്ട് MLA എന്ന ചരിത്രപരമായ ടൈറ്റിലിൻ്റെ ഒരേ ഒരു അവകാശി. തോൽവി ഒരു കലയാണെങ്കിൽ ആ തോൽവിയെ സ്വന്തം നെഞ്ചിലേറ്റി ഞാനാണ് ജയിച്ചേ എന്ന് പറഞ്ഞ് നാട് നീളെ നടക്കുന്ന ഇദ്ദേഹത്തെ പോലൊരു പ്രതിഭാസത്തെ കോൺഗ്രസ് എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഏതൊരു തൊഴിൽ മേഖലയിലായാലും ചെയ്ത ജോലിക്ക് കൂലി വേണം. അതൊരു അടിസ്ഥാന അവകാശമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എക്കാലത്തും തൊഴിലാളി വർഗത്തിനൊപ്പം നിന്നുകൊണ്ട് ഏറ്റവും ശക്തമായി ഉയർത്തിപ്പിടിച്ച ആവശ്യവും മുദ്രാവാക്യവും അതാണ്: ജോലിക്ക് കൂലി കൊടുക്കണം. ഇനിയിപ്പോൾ മുതലാളി കൂലി തന്നില്ലെങ്കിൽ അത് സമരം ചെയ്ത് പിടിച്ചു വാങ്ങിക്കണം. തൊഴിലാളികളുടെ ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് CITU, INTUC, BMS തുടങ്ങിയ തൊഴിലാളി സംഘടനകളൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ചുമട്ടു തൊഴിലാളികൾക്കും തോട്ടം തൊഴിലാളികൾക്കും ഫാക്ടറി തൊഴിലാളികൾക്കുമൊക്കെ വേണ്ടി വീർപ്പൊഴുക്കുന്ന ഈ യൂണിയനുകൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടനയായ INTUCക്ക് ഇപ്പോൾ വലിയൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത്. താൻ ചെയ്ത ജോലിക്ക് അർഹമായ പ്രതിഫലം വേണമെന്നാവശ്യപ്പെട്ട ഒരാളുടെ നിവേദനം ഉടൻ തന്നെ INTUCയുടെ മുന്നിലെത്തും. മറ്റാരുടേതുമല്ല, സാക്ഷാൽ VP അബ്ദുൾ റഷീദിൻ്റെ. ധർമ്മടത്ത് താൻ പണിയെടുത്തു, ആ പണിക്ക് എനിക്ക് കൂലി വേണമെന്നുള്ളതാണ് നിലവിൽ അബ്ദുൾ റഷീദിൻ്റെ പൊതുവായ ആവശ്യം. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതിനൊരു ചെറിയ മാറ്റം വരും. കൂലി തന്നില്ലെങ്കിൽ എൻ്റെ കൂലി നിങ്ങൾ പിടിച്ചു വാങ്ങിച്ചു തരണം എന്നാകും. ഇതായിരിക്കും INTUCയോടുള്ള റഷീദിൻ്റെ ആവശ്യം. വോട്ട് വെട്ടി ചുമന്നതിന് ഇങ്ങനെയൊരു കൂലി ചോദിക്കുന്ന തൊഴിലാളിയെ കോൺഗ്രസ് പാർട്ടിയും INTUCയും ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. എന്താണ് VP അബ്ദുൾ റഷീദ് ധർമ്മടത്ത് ചെയ്ത ആ വലിയ പണി? അതെല്ലാവർക്കും അറിയാം. പിണറായി വിജയനെതിരെ ധർമ്മടം മണ്ഡലത്തിൽ മത്സരിച്ച് വെറും 20,000-ഓളം വോട്ടുകൾക്ക് തോറ്റു തൊപ്പിയിട്ടു എന്ന മഹത്തായ കാര്യം. ഭൂരിപക്ഷം 20,000 പോലുമില്ല, ഞാൻ വീരോചിതമായാണ് തോറ്റത് എന്നാണ് റഷീദിൻ്റെ അവകാശവാദം. എന്നാൽ വോട്ടെണ്ണൽ ദിവസം രാവിലെ 8 മണിക്ക് പെട്ടി പൊട്ടിച്ച് UDFന് സ്വാധീനമുള്ള, മുസ്ലിം ലീഗിന് ശക്തമായ വേരോട്ടമുള്ള പഞ്ചായത്തുകളിലെ വോട്ടുകൾ ആദ്യത്തെ ഒരു 6 റൗണ്ട് എണ്ണിയപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് വോട്ടുകൾക്ക് മുന്നിട്ട് നിന്നു. ഉച്ചയ്ക്ക് 12 മണി ആയപ്പോഴേക്കും 8 നിലയിൽ പൊട്ടി താഴെ വീണെങ്കിലും ആ ആദ്യത്തെ 6 റൗണ്ട് ലീഡ് ചെയ്തതാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് അനുകൂല സമൂഹ മാധ്യമ ജീവികളും വലിയൊരു ഇതിഹാസമായി ഉയർത്തിക്കാട്ടുന്നത്. ഇവരുടെയൊക്കെ ഈ ഇളകിയാട്ടവും തള്ളും കേട്ടാൽ നമ്മൾ ശരിക്കും സംശയിച്ചു പോകും. പിണറായി വിജയൻ ധർമ്മടം MLA ആയി 5 വർഷം ഭരിക്കാൻ പോവുകയാണല്ലോ. ഈ 5 വർഷത്തെ പദവിയിൽ നിന്ന് ഒരു 6 മാസമെങ്കിലും MLA ആയി സഭയിൽ പോയി ഇരിക്കാൻ ഈ പറയുന്ന അബ്ദുൾ റഷീദിന് അവസരം കൊടുക്കണമെന്നാണോ ഇവർ ഈ പറയാതെ പറയുന്നത്? കാരണം 5 വർഷം ഭരിക്കാനുള്ള ജനവിധിയിൽ ഒരു 6 റൗണ്ടെങ്കിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി മുന്നിൽ നിന്നില്ലേ? ആ വകയിൽ ഒരു 6 മാസം പിണറായി വിജയൻ കസേര ഒന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്നൊരു ഡിമാൻഡ് നാളെ ഇവർ മുന്നോട്ട് വെച്ചാലും അത്ഭുതപ്പെടാനില്ല. കാരണം PSC റാങ്ക് ലിസ്റ്റിൽ 1-ാം റാങ്കുകാരൻ മാറിയാൽ 2ാമത്തെ ആൾക്ക് ജോലി കിട്ടുമെന്ന് വിശ്വസിച്ച് നടക്കുന്നവരാണ് ഈ കൂട്ടർ. 6 റൗണ്ട് പിണറായി വിജയനെ പിന്നിൽ നിർത്തി എന്നത് അബ്ദുൾ റഷീദിനെയും കോൺഗ്രസിലെ ചിലരെയും സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തെരഞ്ഞെടുപ്പ് ഫലമല്ല, മറിച്ച് കേരള ഭരണം മൊത്തത്തിൽ പിടിച്ചെടുത്തതിന് തുല്യമായ ഒരു വികാരമാണ്. അവർക്ക് പിണറായി വിജയൻ 20,000-ഓളം വോട്ടുകൾക്ക് അവിടെ മിന്നുന്ന വിജയം കരസ്ഥമാക്കി എന്നുള്ളത് ഒരു വിഷയമേ അല്ല. പകരം രാവിലെ 8:30 മുതൽ 10:30 വരെ അബ്ദുൾ റഷീദ് മുന്നിട്ട് നിന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലോകസത്യം. എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ അബ്ദുൾ റഷീദിനെ വാഴ്ത്തിപ്പാടുന്ന നടപടിക്രമങ്ങൾ UDF സൈബർ ഇടങ്ങളിൽ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും രസകരമായൊരു കാര്യമുണ്ട്. ഈ വാഴ്ത്തുപാട്ടുകളിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കിയത് കോൺഗ്രസ്സുകാരല്ല, മറിച്ച് മുസ്ലിം ലീഗുകാരായിരുന്നു. കോൺഗ്രസ്സുകാർ സത്യത്തിൽ ഈ തോൽവിക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തോറ്റവനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കാൻ മാത്രം ഗതികേട് തൽക്കാലം കോൺഗ്രസ്സിനില്ല എന്ന് അവർക്കറിയാം. എന്നാൽ ലീഗുകാരുടെ ഈ അമിതമായ സപ്പോർട്ടും പുകഴ്ത്തലും കണ്ട് കണ്ണ് മഞ്ഞളിച്ച അബ്ദുൾ റഷീദ് തൻ്റെ 6 റൗണ്ട് വിയർപ്പിൻ്റെ യഥാർത്ഥ കൂലി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തോട് നേരിട്ട് ചോദിച്ചിരിക്കുകയാണ്. ചോദിച്ചിരിക്കുന്നത് ചില്ലറ കൂലിയൊന്നുമല്ല,
വല്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റോ DCC ഭാരവാഹിത്വമോ ഒന്നുമല്ല. പകരം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം. ഇത് കേട്ട് കോൺഗ്രസ് നേതൃത്വം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് എന്നാണ് വാർത്ത. ഈ തെരഞ്ഞെടുപ്പോടെ UDF അധികാരത്തിൽ വരികയും നിലവിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ OJ ജനീഷ് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട് സംസ്ഥാന നിയമസഭയിലേക്ക് എത്തുകയും ചെയ്തതോടെ യൂത്ത് കോൺഗ്രസ്സിന് ഒരു പുതിയ അധ്യക്ഷൻ വരുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഈ ഒഴിവ് വരുന്ന കസേരയിലാണ് ഇപ്പോൾ അബ്ദുൾ റഷീദ് കണ്ണുവച്ചിരിക്കുന്നത്. താൻ മുഖ്യമന്ത്രിയെ 6 റൗണ്ട് വിറപ്പിച്ചു നിർത്തി, അതുകൊണ്ട് യുവജനങ്ങളെ നയിക്കാനുള്ള യോഗ്യത തനിക്കാണ്, ആ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം തനിക്ക് നൽകണമെന്നാണ് റഷീദ് ഹൈക്കമാൻഡിന് മുന്നിൽ വച്ചിരിക്കുന്ന ഡിമാൻഡ്. ഇനി ഇതിലെ യഥാർത്ഥ സസ്പെൻസ് എന്താണെന്നറിയാമോ? കോൺഗ്രസിനകത്ത് തനിക്ക് വലിയ വേരോട്ടമോ പിന്തുണയോ ഇല്ലെന്ന് റഷീദിന് നന്നായി അറിയാം. അതുകൊണ്ട് മുസ്ലിം ലീഗ് വഴിയാണ് അബ്ദുൾ റഷീദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുക്കാനുള്ള ചരടുവലികൾ ശക്തമാക്കിയിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ. ഇതിനു വേണ്ടിയുള്ള അണിയറ നീക്കങ്ങളും മേക്കപ്പുകളുമാണ് ഇപ്പോൾ തകൃതിയായി നടക്കുന്നത്. ലീഗ് നേതൃത്വത്തെ കണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തി എങ്ങനെയെങ്കിലും ആ കസേരയിൽ കടന്നുകൂടാനാണ് റഷീദിൻ്റെ പ്ലാൻ. മുസ്ലിം ലീഗിനും ഇതിൽ വലിയ താല്പര്യമുണ്ട്. കാരണം തങ്ങൾ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന തങ്ങളുടെ നോമിനിയായ ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്ത് വരുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ നേട്ടമാണ്. യൂത്ത് കോൺഗ്രസിനെ ഒരു റിമോട്ട് കൺട്രോൾ പോലെ ലീഗിന് നിയന്ത്രിക്കാം. ഇതിന് കിട്ടിയ ഏറ്റവും മികച്ച കരുവായാണ് അവർ റഷീദിനെ ഉപയോഗിക്കുന്നത്. പക്ഷേ അബ്ദുൾ റഷീദിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കൊടുക്കുന്നതിനോട് കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവിനും, എന്തിനേറെ പറയുന്നു താഴെത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകർക്ക് പോലും യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. അതിന് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ചോദിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. 20,000 വോട്ടുകൾക്ക് പിണറായി വിജയനോട് തോമ്പിയടിച്ച് ഒരു തോറ്റ MLAയെ എന്തിനാണ് നമ്മൾ യുവജനങ്ങളുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്നത്? പോരാത്തതിന് തോറ്റിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ TV ചാനലുകളിൽ വന്നിരുന്ന് പിണറായി വിജയനേക്കാൾ ലീഡ് വന്നപ്പോൾ KM ഷാജി വിളിച്ച് ആവശ്യമില്ലാത്ത പണി എടുക്കരുത് എന്ന് പറഞ്ഞു എന്ന് യാതൊരു ലജ്ജയുമില്ലാതെ പച്ചക്കള്ളം തട്ടിവിടുന്ന ഒരാളെ എങ്ങനെ വിശ്വസിച്ച് പാർട്ടി ഏൽപ്പിക്കും? ധർമ്മടത്ത് വോട്ടെണ്ണിക്കൊണ്ടിരുന്നപ്പോൾ സ്വന്തം പാർട്ടിയുടെ നേതാക്കളല്ല, മറിച്ച് ലീഗിൻ്റെ നേതാവായ KM ഷാജിയാണ് ഇയാളെ ആദ്യം വിളിച്ചത് എന്ന് ഇയാൾ തന്നെ മാധ്യമങ്ങളോട് വിളിച്ചു കൂവുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അഭിമാനമാണ് അവിടെ പണയം വയ്ക്കപ്പെടുന്നത് എന്ന് കോൺഗ്രസ്സുകാർക്ക് നന്നായി അറിയാം. ധർമ്മടത്ത് മത്സരിച്ചതിന് കൂലി ചോദിച്ച ഈ നടപടിക്കെതിരെ കോൺഗ്രസിനകത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പിണറായി വിജയനെ കുറച്ചുനേരം പിന്നി നിർത്തി എന്ന ഒറ്റ കാരണം വെച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷോ കാണിക്കുകയും സ്വന്തം നിലവാരം മറന്ന് കോമാളിയാകുകയും ചെയ്യുന്ന അബ്ദുൾ റഷീദിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ യുവ നേതാക്കൾ തന്നെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയെപ്പോലൊരു അതികായനെ പുതുപ്പള്ളിയിൽ വിറപ്പിച്ച ജെയ്ക് സി തോമസിനെ പോലെയുള്ളവർ കാണിച്ച രാഷ്ട്രീയ പക്വതയുടെ 100-1 പോലും ഈ റഷീദിനില്ല എന്ന് അവർ രഹസ്യമായിട്ടാണെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നു. ചുരുക്കത്തിൽ ലീഗുകാരുടെ ബാക്കപ്പിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകാൻ കുപ്പായം തുന്നി കാത്തിരിക്കുന്ന VP അബ്ദുൾ റഷീദിന് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും. 6 റൗണ്ട് MLA കളിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ രാജിയും കാത്ത് PSC റാങ്ക് ലിസ്റ്റിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നാൽ MLA ആകാമെന്ന മോഹം പൊലിഞ്ഞതുപോലെ തന്നെ ഈ അധ്യക്ഷ മോഹവും വെറുമൊരു പകൽക്കിനാവായി അവസാനിക്കാനാണ് സാധ്യത. എന്തായാലും കേരള രാഷ്ട്രീയങ്ങളുടെ ഏറ്റവും വലിയ കോമഡി പീസായി ഈ 6 റൗണ്ട് MLA ഇപ്പോൾ മാറിക്കഴിഞ്ഞു എന്നതിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിനും INTUCയ്ക്കും ഇനി ഇയാളുടെ കൂലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം. ഉറപ്പായും നിങ്ങൾ ഇടപെട്ട് കൂലി വാങ്ങിച്ചു കൊടുക്കുക തന്നെ വേണം.